പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ല പ്രഭാതത്തെയും നല്ല ദിവസത്തെയും ഓർത്ത് നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഈ ദിവസം ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാം. ഒരു നല്ല പ്രഭാതം ഉണരുവാനും നല്ലൊരു പകൽക്കാലം ജീവിക്കുവാനും ദൈവം ഇതാ പ്രഭാതത്തിൽ നമ്മെ ഉണർത്തിയിരിക്കുന്നു. തമ്പുരാന് നന്ദി പറഞ്ഞുകൊണ്ട് ജീവിക്കാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനിയും ഒരു ദിവസം കൂടി മാത്രമേ ഉള്ളൂ. ആ ദിവസം കൂടെ കഴിഞ്ഞാൽ മഹാസന്തോഷത്തിൻ്റെ അൽമായ സഹോദരങ്ങളുടെ കൂട്ടായ്മ ഞായറാഴ്ച 10 മണിക്ക് തുടങ്ങുകയാണ്. നിങ്ങൾ അറിഞ്ഞവരൊക്കെ വരിക. ഇനി ആർക്കെങ്കിലും വരാൻ അസൗകര്യമുണ്ടെങ്കിൽ നിങ്ങൾ ആരെയെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു വിടുക. കാരണം ഇത് സ്വർഗത്തിൽ പോകാനുള്ള ഏറ്റവും നല്ല വഴിയാണ്. ഈ ചെറിയ സഹോദരന്മാരിൽ ആർക്കെങ്കിലും സഹായം ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന് പറഞ്ഞ നല്ല കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. അതുകൊണ്ട് നിങ്ങൾ കഴിയുന്നവരൊക്കെ വരിക. നിങ്ങൾക്കൊരു നന്മ ചെയ്യാൻ. ഈ ഭൂമിയിൽ എത്ര കാലം നിങ്ങൾ ഞാൻ ഉണ്ടായിരിക്കുമെന്ന് ഒരു ഉറപ്പുമില്ലാത്ത ലോകത്താണ് ജീവിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ലോകത്ത് നമുക്ക് എന്തെങ്കിലും ഒരു നന്മ ചെയ്ത് ഒരു ആത്മീയ സമ്പാദ്യം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വരിക. നമുക്ക് ഒന്നിച്ചൊന്ന് കൂടാമെന്നേ. സഹോദരങ്ങളെ, നമ്മൾ പരസ്പരം ഒന്ന് കാണാം, സുഖമാണോ എന്ന് ചോദിക്കാം, എന്താണ് നിങ്ങൾ ചെയ്യുന്നതെന്നൊന്ന് അറിയാം, ഇതുവരെ ചെയ്യുന്നവരുടെ നന്മകളൊക്കെ കേൾക്കാം. ഇതുവരെ ഒന്നും ചെയ്യാത്തവർക്ക് പുതിയ ശുശ്രൂഷകൾ ചെയ്യാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രേരണ നൽകുമ്പോൾ അതിനു വേണ്ടുന്ന ഒരു നയിക്കപ്പെടലായിരിക്കും ഈ കൂട്ടായ്മ. നമ്മൾ മാർപ്പാപ്പയോടും പിതാക്കന്മാരോടും ഒപ്പമാണ്. രാജേഷ് അച്ഛനാണ് നമ്മൾക്ക് അന്ന് വരുന്നത്. അദ്ദേഹം 2 ആതുരാലയങ്ങൾ നടത്തുന്ന പുരോഹിതനാണ്. ഒരു എളിമയുടെ നിറകുടം. താൻ പരിപാലിക്കുന്ന മക്കൾക്ക് വേണ്ടി മാർക്കറ്റിൽ പോയി ചാക്കിനകത്ത് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് സ്വന്തം തോളത്തെടുത്തുകൊണ്ട് വരാൻ വരുന്ന ഒരച്ഛൻ. അങ്ങനെ ഒരുപാട് നന്മകളുള്ളൊരു കൂട്ടായ്മയാണ്. എല്ലാവരും വരുമല്ലോ. വരാൻ നിങ്ങൾക്ക് സാധ്യമല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെയുള്ള മനുഷ്യരെ പറഞ്ഞയക്കുക. കർത്താവിൻ്റെ നാമത്തിൽ നമ്മൾ ഒന്ന് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ആ ഞായറാഴ്ച ദിവസത്തെ ഏറ്റവും വലിയ അനുഗ്രഹം പ്രാപിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഴിയുന്നവരിതൊന്ന് ഷെയർ ചെയ്ത് സഹായിക്കണമേ. ഒരു വല്ലാത്ത നിർബന്ധത്തോടെയാണ് ഞാൻ പറയുന്നത്. ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കുക. ഗ്രൂപ്പുകളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് ആൾക്കാർ അറിയട്ടെ. അറിഞ്ഞിട്ട് ഞായറാഴ്ചത്തെ പ്രോഗ്രാമിന് വരട്ടെ. അങ്ങനെ നമ്മളെല്ലാവർക്കും ഒരു അനുഗ്രഹത്തിൻ്റെ മക്കളായി തീരാം. നിങ്ങൾ ഷെയർ ചെയ്യുമല്ലോ. അതുപോലെ ലൈക്കും ഷെയറും ഒക്കെ ഒന്ന് വന്നൊന്ന് കാണുക. ഇവർ പറഞ്ഞല്ലോ, വന്ന് കാണുക. എവിടെയാണ് താമസിക്കുന്നതെന്ന് കർത്താവിനോട് ചോദിച്ചു. കർത്താവ് പറഞ്ഞു, വന്ന് കാണുക. നമുക്ക് ഈ ശുശ്രൂഷയിൽ വന്ന് കാണാം, അറിയാം, അനുഭവിക്കാം. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നമ്മളെ നിറയ്ക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങളെ സഹായിക്കട്ടെ. ആമീൻ.